അപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. ഓക്കെ, ബാ. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻസ് ആണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മേനെയും അച്ഛനെയും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ കെട്ടിക്കയറി ചെന്ന് കഴിയുമ്പോഴും അത് നമ്മുടെ അച്ഛനും അമ്മയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ നോക്കാൻ പറ്റും. ഇതാണോ ഞാൻ കണ്ടെത്തുന്ന പണിക്കര് അവരങ്ങനെ കണ്ടില്ലെങ്കിൽ അവരവര് നമ്മളെ അങ്ങനെ നമ്മളെ മക്കളെ പോലെ കാണുവാണെങ്കിൽ നമുക്കും അത് നമ്മുടെ കടമയാണത്. അതൊരിക്കലും ഒരു ആർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നീ നിന്റെ അമ്മേനെ അച്ഛനെ നോക്കണം എന്നൊരാൾക്കും പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ കടമയാണ്, നമ്മൾ നോക്കണോ വേണ്ടായോ എന്നുള്ളത്. നമ്മുടെ അച്ഛനെയും അമ്മേനെ നമ്മൾ നോക്കിയിട്ടുണ്ടോ, അവരെയും നമ്മൾ നോക്കാൻ ബാധ്യസ്ഥരാണ്. സെറ്റ്. താങ്ക് യു. നിയമപരമായ ബാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കോടതികൾ ഇങ്ങനെ പല രീതിയിൽ ആ ജഡ്ജിമാരുടെ വ്യക്തിപരമായ ജീവിതവും കാഴ്ചപ്പാടൊക്കെ വിധികളെ ബാധിക്കാറുണ്ട്. വിധികൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതേ കാര്യത്തിൽ കേരള ഹൈക്കോടതി പറയുന്നത് വേറെ ഒപ്പീനിയൻ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊരു മനസ്സാക്ഷിയുടെ ഭാഗമാണ്. മാതാപിതാക്കളോട് അവർ നന്നായി പരിപാലിക്കുക. കാരണം ഇവരും അതേ പാർട്ടിലേക്ക് വരേണ്ടതാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇവരുടെ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ജനറേഷനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണത്. അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ വരുമെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധന്മാർ ഉപേക്ഷിക്കപ്പെടുന്നതും എല്ലാം ഈ വിഷയത്തിലാണ്. ബാധ്യതയില്ല എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കാഷ്വലായിട്ട് അങ്ങനെ പറയാം. പക്ഷേ അത് കാണിച്ചു കൊടുക്കും, വരും തലമുറയെ കാണിച്ചു കൊടുക്കേണ്ടത് ഈ തലമുറയുടെ കടമയാണ്. ഓക്കെ, താങ്ക് യു. ടോപ്പിക് ഇതാണ്: ഭർത്താവിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മരുമക്കൾക്ക് നിയമപരമായ ബാധ്യതയില്ല. ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താ? അലഹബാദ് ഹൈക്കോടതി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായിട്ട് ബാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത് അഭിപ്രായം. കാരണം ആ മോനെ അത്രയും വളർത്തിയെടുത്തതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. നമുക്കറിയില്ല ഇവർ ഏത് സാഹചര്യത്തില് അതേപോലെ അവരോട് പെരുമാറിയാൽ തീർച്ചയായിട്ടും അവർ നോക്കത്തില്ല. അതും എനിക്കറിയാം. എനിക്ക് അമ്മായിമ്മയില്ല, ഇതില്ല, നാത്തൂനില്ല, ആരുമില്ല. അതുകൊണ്ട് ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊന്നും വേറെ ഒന്നും പറയാനില്ല അതിൽ. ഓക്കെ, ശരി. 71 years ഓൾഡാണ് ഞാൻ. ഇന്നും പണിയെടുത്താൽ തിന്നണം. എൻ്റെ എൻകറേജാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ജീവിക്കും. എൻ്റെ ഹസ്ബൻഡിന് കണ്ണിന് കാഴ്ചയില്ല, മക്കളില്ല. ഇത്തരം പ്രായത്തിൽ ഞാൻ ഈ സമയം നടന്ന് ഇത് വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. അടിപൊളി. ചേച്ചിയുടെ പേര് പറ. ജയ. ജയ. ജയ് ജയ. ജയ് ജയ. ഓക്കെ, ശരി. ഇപ്പൊ കേട്ടില്ലേ ഓരോരുത്തരുടെ അഭിപ്രായം? ഓൾമോസ്റ്റ് ഭൂരിഭാഗം ആൾക്കാരും നോക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാ നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നമ്മൾ നിൽക്കൂ എന്ന് പറയുന്ന കൂട്ടരും ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ അനുഭവമാണ് ഇതിന് തീരുമാനം എടുക്കാനായിട്ട്. ആ ഒരു സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഒരുപാട് പേര് മുഖമൊന്നും കാണിക്കാണ്ട് അവർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ മറുപടി പറഞ്ഞായിരുന്നു. എല്ലാം ഒന്നും വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കമൻറ്റിൽ. ഓക്കെ.